മ്യൂച്വൽ ഫണ്ടുകൾ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതിൽ 3 കാറ്റഗറി മ്യൂച്വൽ ഫണ്ടുകൾ പരമാവധി നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. ഒന്നാമത്തേത് സെക്ടർ ഫണ്ടാണ്. സെക്ടർ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം സ്റ്റോക്കുകൾ മാത്രം നിക്ഷേപിക്കുന്നതിനെയാണ് സെക്ടർ ഫണ്ട് എന്ന് പറയുക. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ മാത്രം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനികളിലെ അതിന്റെ സ്റ്റോക്കുകൾ മാത്രം മേടിക്കുന്ന ഒരു ഫണ്ടാണ്. രണ്ടാമത്തേത് തീമാറ്റിക് ഫണ്ടുകളാണ്. തീമാറ്റിക് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് സെക്ടറുകളുടെ ഒരു കോമ്പിനേഷൻ. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞ ഒരു തീമാണ്. ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള തീമിൽ വരുന്നത് ഈ സോളാർ പാനലുകൾ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടാവും, വിൻഡ് എനർജി ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടാവും, പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവും, ബാറ്ററികൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ഒരു കൂട്ടത്തിനെയാണ് ഈ തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുക. അത്തരം ഫണ്ടുകളും തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മൂന്നാമത്തെ തരത്തിലുള്ള ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടർ ബേസ്ഡ് ഫണ്ടുകളാണ്. ഫാക്ടർ ബേസ്ഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കുകളുടെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നതിന്റെ തോത് മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഫാക്ടറുകളാണ്.